CPM-നെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്നാണ് വിമർശനം. ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനം. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ടു. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സമസ്ത തെരഞ്ഞെടുപ്പിന് മുൻപ് CPM-ന് വേണ്ടി അല്ലെങ്കിൽ CPM-ന് അനുകൂലമായ പത്രത്തിൽ എഴുതുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു സമയം കൂടിയാണ്. അതിന് ഇലക്ഷൻ കഴിയുമ്പോൾ ആ നയം പൂർണ്ണമായി മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമീർ. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ചും ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചു എന്ന് സമസ്തയുടെ മുഷാവറ അംഗം തന്നെ വിമർശനവുമായി രംഗത്ത് വരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ സമസ്ത മുഖപത്രം CPM-നെ രൂക്ഷമായി വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും ഇപ്പോൾ മുഖപത്രം എഴുതിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമ രാഷ്ട്രീയം വരെയുള്ള എണ്ണി പറയാവുന്ന ഒരുപാട് കാരണങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നുള്ളതാണ് സുപ്രഭാതത്തിന്റെ മുഖപത്രം വ്യക്തമാക്കുന്നത്. LDF-ന് തിരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞുവെന്നും ഈ എഡിറ്റോറിയൽ കൃത്യമായി തന്നെ പറയുന്നു. തൊഴിലാളി പാർട്ടിയായ CPIM ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. സർക്കാരും CPM എടുത്ത ജനവിരുദ്ധ നിലപാടുകൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പലപ്പോഴും ജനഹിതം ഈ നയങ്ങൾക്ക് എതിരാണെന്ന് അറിഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായില്ല എന്നും വിമർശനമുണ്ട്. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPM നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞടിയെന്നും ഇതിൽ വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ കുത്തൊഴിഞ്ഞിട്ടും ഭരണകൂടം ഒരു അനക്കവും അനങ്ങില്ല എന്നും വിമർശനം ഉന്നയിക്കുന്നു. സംസ്ഥാനത്ത് പോലീസ് രാജിൽ ജനങ്ങളുടെ പൗരാവകാശം വരെ ചവിട്ടിയരക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഏതായാലും തുടർ ഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ വരെ സാധാരണക്കാരിൽ നിന്നും അകറ്റി എന്നുള്ളതുമാണ് ഈ മുഖപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ അവസാന ഭാഗത്താണ് മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഭാഗങ്ങളുള്ളത്. ഓരോ ജനവിധിയും ഉയരങ്ങളിലേക്കുള്ള കോണിപ്പടിയായി മാറുന്നത് ലീഗിന് മാത്രമാണ് എന്നും അല്ലെങ്കിൽ ലീഗിന് മാത്രം അവകാശപ്പെടാവുന്ന ലീഗിനെ പുകഴ്ത്തുന്നു, CPIM-നെതിരെ രൂക്ഷമായ ഭാഷ. സമസ്ത ഷജറകൾ അവിടെ KSMC-ക്ക് വേണ്ടി വോട്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രാഷ്ട്രീയ ചർച്ചയായ ഒരു വിഷയം കൂടിയായിരുന്നു സമസ്തയുടെ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ എന്തായാലും ആ പത്രത്തിൽ ഇന്ന് വരുന്ന മുഖപ്രസംഗത്തിൽ ലീഗിനെ വീണ്ടും പുകഴ്ത്തി തുടങ്ങുന്നു സമസ്ത.